ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 12 തിയറി ഓഫ് ഗെയിംസ് ആണ്. ഓപ്പറേഷൻ റിസർച്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഗെയിം തിയറി. ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. ഏതൊരു ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും പല ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻ ഓൾ വേരിയസ് ടൈപ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് there is a single decision maker whose interest lies in choosing the variables in such a way as to optimize the objective function, there being no conflict. അതായത് ബാക്കിയുള്ള ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ ഡിസിഷൻ മേക്കറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല. പക്ഷേ ഗെയിം തിയറിയിൽ രണ്ടോ അതിലധികമോ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ രണ്ടോ അതിലധികമോ പാർട്ടീസ് വരുന്ന സമയത്ത് ബെറ്റർ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. ഗെയിമിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഗെയിം ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആക്ടിവിറ്റി ബിറ്റ്വീൻ 2 or more persons ഇൻവോൾവിംഗ് മൂവ്സ് ബൈ ഈച്ച് പേഴ്സൺസ് അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് റൂൾസ് at the end of which each person receives some benefit or satisfaction or suffers loss. അതായത് രണ്ടോ അതിലധികമോ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഗെയിം. അതിനോടൊപ്പം അതിനൊരു സർട്ടൈൻ റൂൾസ് ഉണ്ടായിരിക്കും. ആ ഗെയിമിന് എല്ലാ പാർട്ടീസും ആ റൂൾസ് ഒബേ ചെയ്യണം, വിൻ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വിൻ ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിറ്റും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും, ബാക്കിയുള്ള ആളുകൾക്ക് ലോസ് ഉണ്ടാവും. നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻസ് ദ ഗെയിം. ഗോയിങ് ത്രൂ ദ സെറ്റ് ഓഫ് റൂൾസ് വൺസ് ബൈ ദ പാർട്ടിസിപ്പൻസ് ഡിഫൈൻസ് എ പ്ലേ. അതായത് ഒരു പ്ലേ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിന് സർട്ടൈൻസ് റൂൾസ് ഉണ്ടായിരിക്കും. ആ റൂൾസിലൂടെയാണ് ആ ഗെയിം പോകുന്നുണ്ടാവുക. നമുക്ക് ഇവിടെ വേരിയസ് ടൈപ്സ് ഓഫ് ഗെയിംസ് ഉണ്ട്. അത് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നത് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ചാൻസ് ഓർ സ്ട്രാറ്റജി. ഇഫ് ഇൻ എ ഗെയിം ദ മൂവ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ചാൻസ് we call it a game of chance. If they are determined by skills, it is a game of strategy. In general, a game may involve partly strategy and partly chance. We shall discuss the simplest models of games of strategies only. അതായത് ഓരോ ഗെയിംസിനും ഒരു പ്രത്യേകതരം സ്ട്രാറ്റജീസ് ഉണ്ടാവും, ഒരു പ്രത്യേകതരം റൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഗെയിമിൻ്റെ മൂവ്സിനെയാണ്, പലതരത്തിലുള്ള സ്റ്റേജസ് ഉണ്ടാവും, അത്തരത്തിലുള്ള ഒരു മൂവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ചാൻസ് ഓർ സ്ട്രാറ്റജീസ് എന്ന് വിളിക്കാം. ഇനി നമ്പർ ഓഫ് പേഴ്സൺസ്. എ ഗെയിം ഈസ് കോൾഡ് ആൻ n person ഗെയിം ഇഫ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് പ്ലേയിങ് ഇറ്റ് ഈസ് n. Here persons means an individual or a group aiming at one objective. അതായത് നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഓർ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം കളിക്കാൻ രണ്ടോ അതിലധികമോ പ്ലെയേഴ്സ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു സർട്ടൈൻസ് ഗ്രൂപ്പ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ പേഴ്സൺസ് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്കായിരിക്കണം എയിം ചെയ്യുന്നുണ്ടാവുക. അതാണ് ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് എയിം ചെയ്യണം. അതിനെയാണ് നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മൂവ്സ്. ദേ മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. അതായത് ആ ഗെയിം എത്രത്തോളം നീണ്ടു നിൽക്കും എന്നാണ് നമ്പർ ഓഫ് മൂവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ ഫൈനൈറ്റ് ആവാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആവാം. നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. They also may be finite or infinite. A finite game has a finite number of moves, each involving a finite number of alternatives. Otherwise, the game is infinite. അതായത് ഒരു ഫൈനൈറ്റ് ഗെയിം ആണെങ്കിൽ അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് മൂവ്സ് ഉണ്ടാവും. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ്
ഗെയിം എന്ന് വിളിക്കും. നെക്സ്റ്റ്, ഇൻഫോർമേഷൻ അവൈലബിൾ ടു പ്ലെയേഴ്സ് ഓഫ് ദി പാർട്ട് മൂവ്സ് ഓഫ് അതർ players. The two extreme cases are no information at all. Second case, complete information available. There can be cases in between in which information is partly available. അതായത് ഗെയിമിൽ കുറച്ച് ഇൻഫോർമേഷൻസും റൂൾസ് ഉണ്ടാവും. ആ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ളത്. അത് ചില സമയത്ത് ആ ഇൻഫോർമേഷൻസ് നമുക്ക് മുഴുവനായിട്ടും ലഭിക്കും. അല്ലാത്ത കേസിൽ ചില സമയത്ത് ചില ഗെയിമിൽ എല്ലാ ഇൻഫോർമേഷൻസും തരണം എന്നില്ല. അതാണ് ഇൻഫോർമേഷൻ അവൈലബിളിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് പേ ഓഫ് ആണ്. ഇറ്റ് ഈസ് ദി ഔട്ട്കം ഓഫ് ദി ഗെയിം. അതായത് സ്ട്രാറ്റജീസിൽ നിന്നും ലഭിക്കുന്ന റിട്ടേണിനെയാണ് അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് വിളിക്കുന്നത്. ഗെയിംസ് കഴിഞ്ഞ് ആ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ, അതിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് ടോപ്പിക്, മെട്രിക്സ് ഗെയിംസ്. എ മെട്രിക്സ് ഗെയിം ഈസ് എ സീറോ സം ടു പേഴ്സൺ ഗെയിം വിത്ത് ദ ഫോളോയിങ് മാത്തമാറ്റിക്കൽ മോഡൽ. അതായത് 2 പേഴ്സൺ സീറോ സം ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടിസിപ്പൻസ് ഉള്ള ഗെയിമിൽ ഒരാൾ വിൻ ചെയ്യും. വിൻ ചെയ്യുന്ന ആൾക്കാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത്, അയാൾക്കാണ് എമൗണ്ട് കിട്ടുന്നത്. ലോസ് ചെയ്യുന്ന ആൾക്ക് എമൗണ്ട് പോകും, അയാൾക്ക് ലോസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, സീറോ സം ടു പേഴ്സൺ ഗെയിം എന്ന് വിളിക്കുന്നത്. അതിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കാം. The players P1 has m choices I equal to 1, 2, 3 etc. m, the rows of a matrix, while P2 has n choices j equal to 1, 2, 3 etc. n, the columns of the game matrix. The m by n matrix A equal to Aij gives the payoff to P1 for all possible combinations of the choices. Since it is a zero-sum game, the payoff to P2 is the matrix. Conventionally, the payoff matrix to P1, the player who chooses row-wise, is taken as the matrix game. അതായത് ഇതിൽ പറയുന്നത് P1 എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടാവും, P2 എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടാവും. P1 എന്ന് പറഞ്ഞ പ്ലെയേഴ്സാണ് റോയിലുള്ളത്, അയാൾക്കാണ് ബെനഫിറ്റ് ഉണ്ടാവുന്നത്. P2 എന്ന് പറഞ്ഞ പ്ലെയർ ആണ് കോളത്തിലുള്ളത്, കോളത്തിലുള്ള ആൾക്ക് ലോസ് ഉണ്ടാവും. അതായത് A11 എന്ന് പറയുന്നത് P1ൻ്റെ ബെനഫിറ്റും P2ൻ്റെ ലോസും ആണ് പറയുന്നത്. അത് പോസിറ്റീവ് ആവുന്ന സമയത്ത് A11 പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ A11 എന്ന് പറഞ്ഞ എലമെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് P1ൻ്റെ ബെനഫിറ്റും P2ൻ്റെ ലോസും ആണ് മീൻ ചെയ്യുന്നത്. A11 നെഗറ്റീവ് ആണെങ്കിൽ അത് P1ൻ്റെ ലോസും P2ൻ്റെ ബെനഫിറ്റും ആണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നോക്കുന്നത്. പ്രോബ്ലംസ് ഓഫ് ഗെയിം തിയറി നോക്കാം. To solve a mathematical model of a game is to investigate whether there is an optimal way to play it. That is, whether there exists any rational argument in favor to playing it one way or the other. Briefly, the problem is to discover, if any, the optimal strategy. There is explained further in the following examples. For example, നോക്കാം. Consider the following matrix game. P1 പ്ലെയർ 1 ഉണ്ട്, പ്ലെയർ 2 ഉണ്ട്. P1 പ്ലെയർ 1 ആണ്, P2 പ്ലെയർ 2 ആണ്. P1ൻ്റെ 1, 2, 3, 4, 5 റോയിൽ കൊടുത്തിട്ടുണ്ട്. P2ൻ്റെ 1, 2, 3, 4 കോളത്തിലുള്ളത് P2ൻ്റെ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അത് ചെറുതാക്കിയിട്ടുള്ള ഒരു മോഡലാണ്. ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്
കുറച്ച് ലെങ്തിയാണ്, അപ്പോൾ ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ മെട്രിക്സ് ഞാൻ വരച്ചു. എന്നിട്ട് അടുത്തൊരു കോളം ഞാൻ വരയ്ക്കുകയാണ്. അടുത്ത കോളത്തിൽ കോളം മാക്സിമം കാണണം. താഴെ P1ൻ്റെ താഴെ കോളം മാക്സിമം. അപ്പോൾ കോളം മാക്സിമം കാണാം. ഇപ്പോൾ ഫസ്റ്റ് കോളം നോക്കുക, അതിൻ്റെ മാക്സിമം എന്താണ്? 4. സെക്കൻഡ് കോളം നോക്കുക, അതിൻ്റെ മാക്സിമം 3. തേർഡ് കോളം നോക്കുക, അതിൻ്റെ മാക്സിമം -1. ഫോർത്ത് കോളം നോക്കുക, അതിൻ്റെ മാക്സിമം 2. ഇനി അടുത്തത് റോ മിനിമം ഫൈൻഡ് ചെയ്യുക. റോ മിനിമം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ അതിൻ്റെ മിനിമം വാല്യൂ -4 ആണ്. സെക്കൻഡ് റോ അതിൻ്റെ മിനിമം വാല്യൂ -1 ആണ്. തേർഡ് റോ അതിൻ്റെ മിനിമം വാല്യൂ -2 ആണ്. ഫോർത്ത് റോ അതിൻ്റെ മിനിമം വാല്യൂ -3 ആണ്. ഫിഫ്ത്ത് റോ അതിൻ്റെ മിനിമം വാല്യൂ -3 ആണ്. ഇനി റോ മിനിമത്തിൻ്റെ മാക്സിമം കാണാം. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് റോ മിനിമം. അപ്പോൾ റോ മിനിമത്തിലെ മാക്സിമം വാല്യൂ എന്താ വരിക? മാക്സിമം വാല്യൂ -1 ആണ്. അപ്പോൾ -1 എഴുതി. ദിസ് ഈസ് കോൾഡ് മാക്സ് മീൻ. അതായത് റോ മിനിമത്തിലെ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്സ് മീൻ. അത് നമുക്ക് -1 കിട്ടി. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് കോളം മാക്സിമം. കോളം മാക്സിമത്തിലെ ഏറ്റവും മിനിമം വാല്യൂ കണ്ടെത്താം. അപ്പോൾ കോളം മാക്സിമം നോക്കാം. കോളം മാക്സിമത്തിലെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ -1. ദിസ് ഈസ് കോൾഡ് മിൻ മാക്സ്. മിനിമം മാക്സിമം അങ്ങനെ ചെറുതാക്കിയിട്ട് മിൻ മാക്സ്, അതും -1 ആണ്. ദേ ആർ ഈക്വൽ. രണ്ടു വാല്യൂവും നമുക്ക് സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ മാക്സ് മിൻ AIJ ഈക്വൽ ടു മിൻ മാക്സ് AIJ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ ഓഫ് ദി ഗെയിം -1 ആണ് കിട്ടി. ഈ വാല്യൂ ഓഫ് ഗെയിമിനെ തന്നെയാണ് നമ്മൾ സാഡിൽ പോയിന്റ് എന്നും കൂടെ വിളിക്കുന്നത്. അതായത് മിനി മാക്സും മാക്സ് മിനിമോ ഈക്വലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാഡിൽ പോയിന്റ് കിട്ടും. അതാണ് വാല്യൂ ഓഫ് ഗെയിം എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ 2 നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഗെയിം. P1 I equal to 1 2 3, P2 J equal to 1 2 3 മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിലെ റോ മിനിമം കാണാം. ഇവിടുത്തെ റോ മിനിമം എന്ന് പറയുന്നത് 2 -3 7ൽ റോ മിനിമം എന്ന് പറയുന്നത് -3 ആണ്. സെക്കൻഡ് റോയിലെ മിനിമം വാല്യൂ -7 ആണ്. തേർഡ് റോയിലെ മിനിമം വാല്യൂ -6 ആണ്. ഇനി അടുത്തത് കോളം മാക്സിമം കാണാം. കോളം മാക്സിമത്തിൽ ഫസ്റ്റ് കോളത്തിൽ മാക്സിമം വാല്യൂ 5 ആണ്. സെക്കൻഡ് കോളത്തിൽ മാക്സിമം വാല്യൂ 4 ആണ്. തേർഡ് കോളത്തിൽ മാക്സിമം വാല്യൂ 7 ആണ്. അപ്പോൾ റോ മിനിമത്തിലെ മാക്സിമം വാല്യൂ എത്രയാണ്? ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് റോ മിനിമം. റോ മിനിമത്തിലെ മാക്സിമം വാല്യൂ -3 ആണ്. അപ്പോൾ -3 എഴുതി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാക്സിമം മിനിമം AIJ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് കോളം മാക്സിമത്തിലെ മിനിമം വാല്യൂ കാണാം. അപ്പോൾ കോളം മാക്സിമത്തിലെ മിനിമം വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് മിൻ മാക്സ് AIJ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ മിനി മാക്സും മാക്സ് മിനും ഈക്വൽ അല്ല, രണ്ടും വേറെ വേറെ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വാല്യൂ ഓഫ് ഗെയിം അല്ല. നമുക്ക് ഈ ഗെയിം ഇൻഫൈനൈറ്റ് ആണെന്ന് പറയാം, കാരണം അതിനൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഒരു സാഡിൽ പോയിന്റ് നമുക്ക് കിട്ടില്ല. ഇത്രയാണ് ഇന്ന് ഗെയിം തിയറിയിലെ എൻ്റെ സെക്ഷൻ. താങ്ക് യു.